കഴിഞ്ഞ ദിവസം സമസ്തയുടെ പുനരേകീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഷെയ്ഖ് അബൂബക്കർ മുസ്ലിയാരുടെ ഒരു പ്രസ്താവന മീഡിയകൾ വഴി നമുക്ക് ലഭിക്കുകയുണ്ടായി. ഞങ്ങൾ സമസ്തയിൽ നിന്ന് ഇറങ്ങിപ്പോയവരാണ് മാത്രമാണ്, സമസ്ത വിട്ടുപോയവരല്ല. ഞങ്ങളുടെ നിലപാടുകളായിരുന്നു ശരി. ബിദ്അത്തുകാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലപാടുകളിൽ വെള്ളം ചേർത്തപ്പോൾ ഇതിൻ്റെ യഥാർത്ഥ സത്വം നിലനിർത്തുവാൻ വേണ്ടി ഞങ്ങൾ മാറിപ്പോയതാണ്. അല്ലാതെ സമസ്തയെ ഉപേക്ഷിച്ചിട്ടില്ല, സമസ്ത വിട്ടുപോയിട്ടില്ല എന്ന ഒരു നിലപാട്, ഒരു വർത്തമാനം അബൂബക്കർ മുസ്ലിയാരുടേതായി കേരളത്തിലെ ഒട്ടുമിക്ക ജനങ്ങളും അത് കേട്ടിട്ടുണ്ട്. നമുക്ക് വിഷയത്തിലേക്ക് വരാം. കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സൈദ്ധാന്തികനായിരുന്ന EMS നമ്പൂതിരിപ്പാട് ഇസ്ലാമിക ശരീഅത്തിനെ അവഹേളിച്ചുകൊണ്ടും അതിൻ്റെ പ്രചാരണം കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഏറ്റെടുത്തുകൊണ്ടും മുന്നോട്ട് വന്ന ഒരു കാലഘട്ടത്തിൽ ഇസ്ലാമിക ശരീഅത്തിനെതിരെ സംസാരിക്കുകയും നിലപാടെടുക്കുകയും അതിനെ വിജയിപ്പിക്കാൻ വേണ്ടി ഇസ്ലാമിനെതിരെ കുരിശിത്വം നടത്താൻ തയ്യാറായി കടന്നു വന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ പിടിച്ചുകെട്ടാൻ ഇന്ത്യയിലെ മുസ്ലിം നേതൃത്വം ഒറ്റക്കെട്ടായി എടുത്ത ഒരു നിലപാടായിരുന്നു അബൂബക്കർ മുസ്ലിയാർ തള്ളിപ്പറഞ്ഞുകൊണ്ട് പോയത്. ഒരു മുസ്ലിം സമുദായം ഒറ്റക്കെട്ടായി എടുത്ത ഒരു നിലപാട് അതിൽ വിഘടനവാദം ഉയർത്തി കടന്നുപോയ ഒരു വിഭാഗത്തെക്കുറിച്ച് വിധി പറയേണ്ടത് മതപണ്ഡിതന്മാരുടെ ജോലിയാണ്. എങ്കിലും അറിയാവുന്ന രീതിയിൽ നമുക്കറിയാം അത് തെറ്റാണ്. ഒരു മുസ്ലിം സമൂഹം ഐക്യകണ്ഠേന എടുത്ത നിലപാടിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് കടന്നു പോവുക എന്നുള്ളത് മുഅ്തസിലിയത്തിൻ്റെ ഖവാരിജിസത്തിൻ്റെ ഒരു മാർഗമാണ് എന്ന് അല്പമൊക്കെ വായനാശീലമുള്ള ഏതൊരു മനുഷ്യനും അറിയാവുന്ന സംഗതിയാണ്. അതിനുശേഷം അബൂബക്കർ മുസ്ലിയാർ സഹായം സ്വീകരിച്ചതും ശരീഅത്ത് വിഷയത്തിൽ ഇസ്ലാമിക സമൂഹത്തിനെതിരെ അതിശക്തമായ കടന്നാക്രമണം നടത്തിയ അന്നത്തെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സഹകരണമായിരുന്നു. കേരളത്തിൻ്റെ മണ്ണിൽ, പ്രത്യേകിച്ച് മലബാറിൻ്റെ മണ്ണിൽ തൻ്റെ പ്രസ്ഥാനം വളർത്തിയെടുക്കാൻ എല്ലാ സഹായങ്ങളും സ്വീകരിക്കപ്പെട്ടത് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്നാണ്. സത്യത്തിൽ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഉദ്ദേശിച്ചത് ഇസ്ലാമിക സമൂഹത്തിൽ ഒരു വിഘടന തത്വമായിരുന്നു, മുസ്ലിങ്ങളെ ഭിന്നിപ്പിക്കുക എന്ന തത്വം. ഇനി മറ്റൊരു വിഷയത്തിലേക്ക് വരാം. അതിൽ നിന്ന് അദ്ദേഹം ഇറങ്ങിപ്പോകുമ്പോൾ, ആ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ അദ്ദേഹം പറഞ്ഞത്, അവിടെ സംബന്ധിക്കുന്ന ആ പരിപാടികളിൽ ബിദ്അത്തുകാരായ വിഭാഗങ്ങളുണ്ട്. കേരള നദുവത്തുൽ മുജാഹിദീൻ, ജമാഅത്തെ ഇസ്ലാമി, തബ്ലീഗ് ജമാഅത്ത് തുടങ്ങിയ ഇസ്ലാമിക പ്രബോധന മാർഗങ്ങളിൽ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന, വ്യത്യസ്ത മാർഗങ്ങളിലൂടെ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ആളുകൾ അതിലുണ്ട്. അതുകൊണ്ട് ഈ യോജിപ്പ് ശരിയല്ല, ബിദ്അത്തുകാരുമായിട്ടുള്ള യോജിപ്പ് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്, അത് വാദമാണ് അയാൾ ഉയർത്തിയത്. ഇന്ന് INL പോലുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ കാണുന്നത് പോലെ നേതൃത്വത്തിന് വേണ്ടി മാത്രം വിഘടിച്ചു പോകുന്ന ഒരു നിലപാടായിരുന്നു അത് എന്ന് കൃത്യമായി അത് മനസ്സിലാക്കുന്നവർക്ക് ഉൾക്കൊള്ളാൻ കഴിയും. പക്ഷേ ഇവിടെ ചോദ്യം ഉയരുകയാണ്, അത്രയും ആത്മാർത്ഥമായ ഒരു നിലപാടായിരുന്നു അബൂബക്കർ മുസ്ലിയാർ ഉദ്ദേശിച്ചിരുന്നത് എങ്കിൽ മസ്ജിദുൽ ഹറമിൽ വെള്ളിയാഴ്ച പ്രസംഗത്തിൽ ഞങ്ങൾ ഇബ്നു മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബിൻ്റെ പിൻഗാമികളാണ് എന്ന്
കൃത്യമായി ഖുത്ബയിൽ പ്രഘോഷണം പ്രസംഗിച്ച കഅബാലയത്തിലെ പ്രമുഖ ഖുർആൻ പാരായണക്കാരനായ ഷെയ്ഖ് സുദൈസുമായി വേദി പങ്കിട്ടത് എന്തിനായിരുന്നു എന്ന് അദ്ദേഹം പറയണം. പല പരിപാടികളിലും അദ്ദേഹം അവിടെ സംബന്ധിക്കാറുണ്ടായിരുന്നു. അവസാനം ഏകദേശം 2014-15 കാലഘട്ടങ്ങളിൽ അദ്ദേഹം കഅബയുടെ കഴുകലുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരികയും കേരളത്തിലെ സലഫി വിഭാഗങ്ങൾ ഇദ്ദേഹം ഒരു ബിദ്അത്തുകാരനാണെന്നും ഇദ്ദേഹം ഇസ്ലാമിക സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്നവനാണെന്നും ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിനെ അതിരൂക്ഷമായ ഭാഷയിൽ തേജോവധം ചെയ്യുന്നവനാണ് എന്നും പറഞ്ഞുകൊണ്ട് അന്ന് സൗദിയിൽ ജീവിച്ചിരുന്ന കേരളക്കാരായ ഒരുപാട് സലഫികൾ കത്തയച്ചത് എനിക്കറിയാവുന്ന സംഗതിയാണ്. അതിനുശേഷം സൗദി ഗവൺമെൻറ് അദ്ദേഹത്തെ അങ്ങോട്ട് കാര്യമായി പല കാര്യത്തിലും ക്ഷണിച്ചിട്ടില്ല. ഇനി പറയാൻ പോകുന്ന രണ്ടാമത്തെ വിഷയം, നിലവിൽ മലേഷ്യ ഭരിക്കുന്നത് മലേഷ്യയിലെ ഭരണാധികാരി അൻവർ ഇബ്രാഹിമാണ്. വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ മലേഷ്യയിലെ പ്രഥമ സ്ഥാനത്ത് എത്തപ്പെടുമെന്ന് കരുതിയിരുന്ന അദ്ദേഹം സിയോണിസ്റ്റുകളുടെ ചതിക്കുഴിയാൽ വർഷങ്ങളോളം ജയിലിൽ അടക്കപ്പെട്ടു. ലോകത്ത് പ്രവർത്തിക്കുന്ന ഇസ്ലാമിക രാഷ്ട്രസങ്കല്പവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ അതിൻ്റെ മുഖ്യ സഹകാരിയായിരുന്നു ഈ അൻവർ ഇബ്രാഹിം. ഇന്നും അദ്ദേഹം അങ്ങനെ തന്നെയാണ്. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഇൻ്റർനെറ്റിൽ ഗൂഗിളിൽ അത് സെർച്ച് ചെയ്താൽ അദ്ദേഹത്തെക്കുറിച്ച് കിട്ടും. അൽ ഇഖ്വാനുൽ മുസ്ലിമൂൻ എന്ന് പറയുന്ന ലോക ഇസ്ലാമിക പ്രസ്ഥാനത്തിൻ്റെ കരുത്തന്മാരായ നേതാക്കളെ അംഗീകരിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ പറഞ്ഞ അൻവർ ഇബ്രാഹിം. കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിരിക്കുന്ന ഒരു ഫോട്ടോ നമുക്ക് കാണാൻ കഴിയുകയുണ്ടായി. അപ്പോൾ പറഞ്ഞു വരുന്നത്, എവിടെ നിന്നെല്ലാം എന്തെല്ലാം സ്വീകരിക്കാൻ കഴിയുമോ അതെല്ലാം സ്വീകരിച്ചുകൊണ്ട് ഇവിടെ വന്ന് മുസ്ലിങ്ങളെ വിഘടിപ്പിക്കുന്ന ഭിന്നിപ്പിക്കുന്ന ഈ നിലപാട്, ഇത് കാപട്യത്തിൻ്റേതാണോ സത്യവിശ്വാസത്തിൻ്റേതാണോ എന്ന് തിരിച്ചറിയേണ്ടത് ഇദ്ദേഹത്തെ പിന്തുടരുന്ന, അള്ളാഹുവിനെ മുൻനിർത്തിക്കൊണ്ട് പിന്തുടരുന്ന ഒരുപാട് ആളുകളുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. അദ്ദേഹത്തെ പല ആളുകളും സ്നേഹിക്കുന്നത് അള്ളാഹുവിനോടുള്ള സ്നേഹത്തിൻ്റെയും അള്ളാഹുവിനോടുള്ള ദീനിൻ്റെയും ഇഷ്ടം കൊണ്ടാണ്. തങ്ങളുടെ വിശ്വാസങ്ങളും തങ്ങളുടെ സമ്പത്തും തങ്ങളുടെ സമയവും ചെലവഴിക്കപ്പെടുമ്പോൾ അത് ആരുടെ പിന്നിലായിരിക്കണമെന്ന് കൃത്യമായി മനസ്സിലാക്കാനുള്ള ഒരു സന്ദേശമാണ് നിങ്ങൾക്ക് വേണ്ടി എനിക്ക് നൽകാനുള്ളത്.